നമസ്കാരം. ഇശൽ വസന്തത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാവുകയാണ് ഇന്ന് ഇശൽ വസന്തത്തിൻ്റെ എപ്പിസോഡ്. ഏറ്റവും ആദരണീയനായ ഇശൽ വസന്തത്തിൻ്റെ എല്ലാം ഫൈസൽ മാഷ്, വെൽക്കം. മലയാളികളുടെ സ്വന്തം, മലയാളത്തിൻ്റെ സ്വന്തം വാനമ്പാടി ചിത്ര ചേച്ചി, വെൽക്കം ചേച്ചി. ഇശൽ വസന്തത്തിന് എല്ലാവിധ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന മുൻ നേവി ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട, അതുപോലെ തന്നെ ഒരുപാട് ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾക്കൊക്കെ ഗോൾഡൻ വിസയൊക്കെ സമ്മാനിച്ചിട്ടുള്ള ഇക്ബാൽ മാർക്കോണി സാർ, വെൽക്കം. എല്ലാ സൂപ്പർ ഹിറ്റ് മാപ്പിള പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ള കോഴിക്കോടിൻ്റെ അഭിമാനം, കോഴിക്കോടിൻ്റെ സ്വന്തം കോഴിക്കോട് അബൂബക്കർ ഔക്കക്ക, വെൽക്കം. ഇശൽ വസന്തത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെയുള്ള ഖത്തറിലെ വ്യവസായി കൂടിയായിട്ടുള്ള നൗഷാദ് സാർ, വെൽക്കം. ഇന്നത്തെ എപ്പിസോഡിൽ ആരെയാണ് നമ്മൾ ആദരിക്കുന്നത്, ആരെയാണ് ഓർക്കുന്നത്, ഏത് പ്രതിഭയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്? ഷമീർക്ക, ഒരു വനിതയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സ്മരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ ഒരു സംഗീതമായിട്ടാണ് പുറം ലോകത്ത് അറിയപ്പെടുന്നത്. മാപ്പിളപ്പാട്ട് ഗാനശാഖയിൽ കഥാപ്രസംഗ കല ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച മലബാറുകാരിയല്ലാത്ത ആലപ്പുഴക്കാരിയായ പ്രിയപ്പെട്ട ഐഷ ബീഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇശൽ വസന്തത്തിലൂടെ സ്മരിക്കുന്നത്. ഐഷ ബീഗം കഥാപ്രസംഗ കലയിലൂടെ രംഗത്ത് വന്ന ആദ്യത്തെ മുസ്ലിം വനിത എന്ന പ്രത്യേകത ഐഷ ബീഗത്തിനുള്ളതാണ്. ആയിരത്തി 1961 ഏപ്രിൽ 2-നാണ് ഉമ്മ ആദ്യമായിട്ട് കഥാപ്രസംഗ രംഗത്ത് വരുന്നത്. അതിനു മുൻപ് ഏതാണ്ട് ഒരു 6 വയസ്സ് മുതൽ നാടകത്തിനും ഈ നാടോടി നൃത്തങ്ങൾക്കുമൊക്കെ പിന്നണി പാടുമായിരുന്നു. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കുതിരത്ത കനവ് കണ്ടേ. ധാരാളം ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ട് ഈ രംഗത്ത് വിരാജിച്ച ഐഷ ബീഗം അസുഖബാധിതയായി കിടക്കുമ്പോഴും പരാതിയോ പരിഭവമോ ഇല്ലാതെയാണ് 2015 ഓഗസ്റ്റ് 11 മരണം വരിച്ചത്. കണ്ണിനു കാട്ടിടണേ ഇലാഹിയൻ, കണ്ണിനു കാട്ടിടണേ. ഇനി സ്വാഗതം ചെയ്യാം ഏറ്റവും പ്രിയപ്പെട്ട ആയിഷ ബീഗത്തിന്റെ മകൻ അൻസാറിക്ക, സ്വാഗതം. ഐഷ ബീഗം സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ കഥാപ്രസംഗത്തിൽ വന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണ്. ഇവർ ശരിക്കും ഈ ആലപ്പുഴ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. കഥാപ്രസംഗ രംഗം, പ്രത്യേകിച്ച് മാപ്പിള കഥാപ്രസംഗ രംഗത്തുള്ള എല്ലാവരും ആലപ്പുഴക്കാരാണ്. ആലപ്പുഴ എച്ച് റംല ബീഗം, ആലപ്പുഴ MA അസീസ്ക, പ്രിയപ്പെട്ട ഐഷ ബീഗം, ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഈ കഥാപ്രസംഗം എന്നുള്ള ഒരു കല, പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഇവരുടെ പരിപാടികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. ഐഷ ബീഗം അതോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ടുകളും ഒരുപാട് പാടി. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു ഐഷാത്തയുടേത്. ഐഷാത്ത പാട്ട് രംഗത്തേക്ക് വരുന്നതിനൊന്നും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അന്നത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു അവസ്ഥ അതങ്ങനെയാണ്. ഒരുപാട് പ്രയാസങ്ങൾ, ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐഷ ബീഗം കൃത്യമായിട്ട് ബീവി അസൂറ അഥവാ ധീരവനിത എന്ന കഥാപ്രസംഗമൊക്കെ അവർ അവതരിപ്പിച്ചപ്പോൾ ഈ സ്വീകാര്യതയുടെ മുമ്പിൽ ഭീഷണി ഇല്ലാതായി എന്ന് പറയാം. അത്രയ്ക്ക് ആവേശമായിരുന്നു അവരുടെ കഥകൾക്കുണ്ടായിരുന്നത്. ഏതായാലും നമുക്ക് ഐഷാത്തയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് തിരഞ്ഞെടുത്തത് തന്നെ ഈ ഒരു സംവിധാനത്തിൻ്റെ വലിയൊരു മേന്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐഷത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി ചിത്ര ചേച്ചിയുടെ ഐഷത്തെ പാടിയ ഒരു പാട്ട് ചിത്ര ചേച്ചി നമുക്ക് വേണ്ടി പാടിയാലോ?
മലക്കുൽ മൗത്തസ്റായിൽ അണഞ്ഞിടും മുൻപേ ചലനമിൻ തടിയിൽ നിലച്ചിടും മുൻപേ പുണ്യനബി തന്റെ റൗളാ ശരീഫൊന്നിൻ കണ്ണിന് കാട്ടിടേണേ ഇലാഹി കണ്ണിന് കാട്ടിടേണേ മലക്കുൽ മൗത്തസ്റായിൽ അണഞ്ഞിടും മുൻപേ ചലനമിൻ തടിയിൽ നിലച്ചിടും മുൻപേ പുണ്യനബി തന്റെ റൗളാ ശരീഫൊന്നിൻ കണ്ണിനു കാട്ടിടേണേ ഇലാഹി കണ്ണിനു കാട്ടിടേണേ. തെറ്റുകളെല്ലാം പൊറുക്കുന്ന കോനേ കുറ്റങ്ങളൊക്കെയും തീർക്കും പുരാനേ തെറ്റുകളെല്ലാം പൊറുക്കുന്ന കോനേ കുറ്റങ്ങളൊക്കെയും തീർക്കും പുരാനേ ഇന്നോളമിന്നിൽ വന്ന പിഴകൾ ഇന്നോളമിന്നിൽ വന്ന പിഴകൾ മന്നാനേ നീ പൊറുത്തിടേണേ മലക്കുൽ മൗത്തസ്റായിൽ അണഞ്ഞിടും മുൻപേ ചലനമിൻ തടിയിൽ നിലച്ചിടും മുൻപേ പുണ്യനബി തന്റെ റൗളാ ശരീഫൊന്നിൻ കണ്ണിനു കാട്ടിടേണേ ഇലാഹി കണ്ണിനു കാട്ടിടേണേ. ഈരേഴുലകവും പോറ്റും റഹീമേ ഗുരുത്വാഹ നബി സൃഷ്ടിച്ച കോനേ ഈരേഴുലകവും പോറ്റും റഹീമേ ഗുരുത്വാഹ നബി സൃഷ്ടിച്ച കോനേ അനുദിനം നിന്റെ കരുണാ കടാക്ഷം അനുദിനം നിന്റെ കരുണാ കടാക്ഷം ചൊരിഞ്ഞിടേണേ എന്നിൽ എന്നും മലക്കുൽ മൗത്തസ്റായിൽ അണഞ്ഞിടും മുൻപേ ചലനമിൻ തടിയിൽ നിലച്ചിടും മുൻപേ പുണ്യനബി തന്റെ റൗളാ ശരീഫൊന്നിൻ കണ്ണിനു കാട്ടിടേണേ ഇലാഹി കണ്ണിനു കാട്ടിടേണേ. ചേച്ചി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പാടുമ്പോണ്ടല്ലോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ മലക്കുൽ മൗത്ത് അസ്റായിൽ അണയും മുമ്പേ എന്ന് പറഞ്ഞാൽ ചേച്ചി മരണപ്പെടുന്നതിൻ്റെ മുമ്പേ എന്നാണ്. പിന്നെ അതുപോലെ പുണ്യ റസൂലിൻ്റെ റൗളാ ഷരീഫ് മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കാണിക്കുക. അതിങ്ങനെ ചേച്ചി ഇങ്ങനെ പാടുമ്പോൾ ഒരു മുസ്ലിമായി ജനിച്ച ഒരാൾ മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിത്വത്തിനും ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന ഒരു വിങ്ങൽ അല്ലെങ്കിൽ എന്താണെന്നുള്ള ആ വികാരമാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇവിടെ തോന്നുന്നത് ചേച്ചി. ഞാൻ ഈ പാട്ട് ഒരുപാട് ആൾ പാടുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് വേറൊരു ലെവലാണ്. താങ്ക് യു.
ഐഷത്തയുടെ ജീവിതം, കുടുംബം ഒക്കെ സംസാരിക്കാനായിട്ട് മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അൻസാർക്ക സംസാരിച്ചോളൂ. ഇത്രയും സന്തോഷമായ ഒരു നിമിഷം ഈ കലാരംഗത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഉമ്മയുടെ പാട്ട് മലയാളികളുടെ വാനമ്പാടിയായ ചിത്ര ചേച്ചി പാടി കേട്ടപ്പോൾ, അതും 52 വർഷങ്ങൾക്ക് മുമ്പുള്ള റെക്കോർഡിംഗ് ആണ്, ഉമ്മയുടെ വോയിസാണ് നമുക്ക് ആ റെക്കോർഡിങ്ങിൽ റെക്കോർഡിൽ ഡിസ്ക്കാണ്, കറുത്ത ഡിസ്ക്. എൻ്റെ വാപ്പയാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. എൻ്റെ വാപ്പയുടെ അനുജൻ കൊച്ചാപ്പ AM ഗോയാണ് അത് എഴുതിയിരിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ട്യൂൺ ചെയ്ത ആ പാട്ട് അതിലും മനോഹരമായിട്ട് കുറച്ച് തിങ്സും കാര്യങ്ങളും എന്താ സംഗതികളൊക്കെ കുറച്ച് കൂട്ടിയിട്ട് എത്ര മനോഹരമായിട്ട് എത്ര ഫീലായിട്ടാണ് പാടിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു വിട്ടിരുന്നു. അപ്പം അതിലെനിക്ക് വലിയ ഒരു സന്തോഷം. ചിത്രചേച്ചിയോടും ഇത് സംഘടിപ്പിച്ച ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ആദ്യം എനിക്ക് അൻസാർക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ പോവുകയാണ്. ഒന്ന്, സെയിം അവസ്ഥയിലുള്ള ഒരാൾ എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ ആലപ്പുഴ പോയപ്പോൾ ഞങ്ങൾ 2 ആളുടെ ഷൂട്ടിംഗ് ഒരു ദിവസമാണ് ചെയ്തത്. ഒന്ന് MA അസീസ് ഖാൻ്റെയും പ്രിയപ്പെട്ട ഐഷത്തയുടെയും. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും വേവിയിൽ അവസാനം ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും വരികയാണ് ഇവരോടുള്ള സ്നേഹം അറിയിക്കാൻ. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതിപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു സാർക്ക്. പ്രത്യേകിച്ച് മാഷ് പറഞ്ഞ പോലെ ഞങ്ങളന്ന് പാതിരാത്രി വരെ, ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാതിരാത്രി വരെ ഞങ്ങൾ പോകാൻ വിടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തോട്ട്. ആ മനുഷ്യനെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഐഷത്തയുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമാണ് പ്രിയപ്പെട്ട അൻസാർക്ക. ഈ മാപ്പിളപ്പാട്ടിൽ ചില ക്ലാസിക് സോങ്സ് ഉണ്ട്. ഒന്നിപ്പോൾ റംലാ ബീഗത്തിൻ്റെ ഇരുലോക ജയമണി, ഇപ്പോൾ ഗബിയൊക്കെ അറിയാമല്ലോ അത്. അതുപോലെ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മുടെ ഒരാളെ പറയുമ്പോൾ അയാളുടെ മനസ്സിപ്പോൾ ഔക്കാക്കയുടെ പാട്ട്, ഇപ്പോൾ യത്തീമിന്നത്താണി ചിത്രേച്ചി എന്നെ പാടിയ നമ്മുടെ മനസ്സിലേക്ക് വരും ആ പാട്ട്. അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിലേക്ക് വരുന്നൊരു പാട്ട്. അങ്ങനെയുള്ള ചില പാട്ടുകൾ പെട്ട ഒന്നാണ് ഈ മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പോൾ ഭാവം, നമ്മുടെ ഒരു സംഗീതത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അത് കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പാട്ട് പലരും പാടാറുണ്ട്. ഇനി ആരും ഇത് പാടിയിട്ട് കാര്യമില്ല. ഇനി ശരിക്കും തോന്നുന്നു ഈ പാട്ട് കൃത്യമായിട്ട് ആളുകൾ കേൾക്കുകയാണെങ്കിൽ ഇത് പാടിക്കൊണ്ടിരിക്കുന്നവർ ആ പരിപാടി നിർത്തും. ഞാൻ അങ്ങനെ പറയല്ല, അത്രക്ക് ഗംഭീരമായിട്ട്. കാരണം എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാനില്ല ഈ പാട്ടിൽ. ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തേട്ടം എന്ന് പറയുന്നതിൻ്റെ മാപ്പിളപ്പാട്ടിന് ചില പ്രത്യേകതയുണ്ട്. ഭക്തിഗാനങ്ങൾക്ക് വേറൊരു തലമുണ്ട് മാപ്പിളപ്പാട്ടിന്. ഭക്തിയും ശൃംഗാരവുമാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഏറ്റവും മനോഹരമായി ചെയ്തു വെച്ചെന്ന് പറയാറുണ്ട്. അത്ര കൃത്യമായിട്ട് റൗള ഷെരീഫിലെത്താനുള്ള ഒരു തേട്ടം ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കാൻ കൃത്യമായിട്ട് കഴിയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പാട്ട്. താങ്ക് യു ചേച്ചി. പ്രിയപ്പെട്ട മാർക്കോണി സാർ, മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപടി ഗാനങ്ങൾ മാപ്പിളപ്പാട്ട് ശാഖയിലുണ്ട്. വീണ്ടും പഴയ ഒരു പാട്ട് മരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കേട്ടപ്പം, പ്രത്യേകിച്ച് ചിത്ര ചേച്ചി പാടിയ സമയത്ത് കുറേ പുറകോട്ട് പോയി. സത്യത്തിൽ ഐഷത്തായി പാടിയിരിക്കുന്ന പാട്ട്, ചിത്ര ചേച്ചി പാടുന്ന പാട്ട് നമ്മൾ വീടുകളിലൊക്കെ കേട്ടിരുന്നു കുട്ടിക്കാലങ്ങളിലൊക്കെ. വീണ്ടും ഇതിന് സാക്ഷിയാവാൻ സാധിച്ചില്ല, സന്തോഷം. ഒരു കാര്യം ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഏകദേശം ഈ അൻസാർക്കാൻ്റെ താടി കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ ഷൂട്ടും അൻസാർക്കയും ഞങ്ങളിതിൻ്റെ പിന്നാമ്പുറത്തും എത്ര കാലമായെന്ന്. 1.5 വർഷം, കഴിഞ്ഞ വർഷത്തെ റമദാനിലാണ് ആ ഷൂട്ടിങ് നടന്നത്. 2 വർഷമായി ഞാൻ ഇതിൻ്റെ പിന്നിൽ. ഈ 2 വർഷത്തിന് മുമ്പേ ഇശൽ വസന്തം എന്ന ആശയവുമായിട്ട് ഞാനൊരു വ്യക്തിയെ സമീപിച്ചു. എൻ്റെ ഉപ്പാൻ്റെ പാട്ടുകൾ ഇങ്ങനെയുണ്ട്, അതുപോലെ ഒരുപാട് ഉപ്പമാരുടെ പാട്ടുകൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തണം, അതെൻ്റെ ബാധ്യതയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ 1ാമത്തെ വ്യക്തിയായി സമീപിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട ഇക്ബാൽ മാർക്കോണി. അദ്ദേഹം പറഞ്ഞ ഒരു എസ് എന്നുള്ള വാക്കാണ് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതിലൊരുപാട് സന്തോഷം തോന്നുകയാണ്. യെസ് നൗഷാദക്ക. ഈ പാട്ട് മുന്നേ കേട്ടതാണെങ്കിലും ഇപ്പോൾ ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ഒരു പ്രാർത്ഥന, ഒരു കരയിപ്പിച്ച് നമ്മളെ ശരിക്കും മദീനയിലേക്കും
റൗദയിലേക്കെല്ലാം കൊണ്ടുപോവുകയാണ്. ആ ഓരോരോ വരികളും കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്ത് മദീനയിലുണ്ടായിരുന്നു. ശരിക്ക് നമ്മളെ കൺമുന്നിൽ കാണുകയാണ്. ചിത്ര ചേച്ചി അതിമനോഹരമായി പാടിയെന്ന് പറയണ്ട, കാരണം അത്രയും വലിയ എന്താ പറയുക, ഈശൽ വസന്തത്തിൻ്റെ ഏറ്റവും വലിയൊരു വസന്തമാണ് ഈ ചിത്ര ചേച്ചി നമ്മളെ ഇന്ന് ഈ സ്റ്റേജിൽ കിട്ടിയത്. വളരെ സന്തോഷം. ഇനി ആയിഷ ബീഗത്തിന്റെ മനോഹരമായൊരു ഗാനം മെഹറിൻ പാടും. ബേദാംബർ നബി തന്റെ പൂമകൾ ഫാത്തിമ, ബീവി ഖദീജ തൻ കൺമണി ഫാത്തിമ. ബേദാംബർ നബി തന്റെ പൂമകൾ ഫാത്തിമ, ബീവി ഖദീജ തൻ കൺമണി ഫാത്തിമ. കുട്ടിപ്പരുവത്തിൽ വീരപ്പുലിയാരെ തിട്ടമായി കണ്ട് ഭയന്ന ബി ഫാത്തിമ. കുട്ടിപ്പരുവത്തിൽ വീരപ്പുലിയാരെ തിട്ടമായി കണ്ട് ഭയന്ന ബി ഫാത്തിമ. ബേദാംബർ നബി തന്റെ പൂമകൾ ഫാത്തിമ, ബീവി ഖദീജ തൻ കൺമണി ഫാത്തിമ. വട്ടക്കമറിൽ തെളിവൊത്ത ഫാത്തിമ, പാരിതിൽ വനിതകൾ കുത്തമി ഫാത്തിമ. പാരം വ്യസനമേറെ സഹിച്ചൊരു ഫാത്തിമ. ബേദാംബർ നബി തന്റെ പൂമകൾ ഫാത്തിമ, ബീവി ഖദീജ തൻ കൺമണി ഫാത്തിമ. ബേദാംബർ നബി തന്റെ പൂമകൾ ഫാത്തിമ, ബീവി ഖദീജ തൻ കൺമണി ഫാത്തിമ. ബേദാംബർ നബി തന്റെ പൂമകൾ ഫാത്തിമ, ബീവി ഖദീജ തൻ കൺമണി ഫാത്തിമ. കുട്ടിപ്പരുവത്തിൽ വീരപ്പുലിയാരെ തിട്ടമായി കണ്ട് ഭയന്ന ബി ഫാത്തിമ. കുട്ടിപ്പരുവത്തിൽ വീരപ്പുലിയാരെ തിട്ടമായി കണ്ട് ഭയന്ന
മാപ്പിളപ്പാട്ട് ഗായിക ആയിഷ ബീഗത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നില്ല. വീണ്ടും അടുത്തൊരു അധ്യായത്തിൽ. ഇത് പാട്ടിൻ ഗതകാലം, ശ്രുതി മീട്ടിയ താഴ്വാരം. തന്നാനം 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 തന്നാനം, പുതുമകളാ പഴമകൾ തൻ കതിർ കൊയ്യും കേദാരം. തന്നാനം 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 തന്നാനം, കടമിഴ